ബോക്സ് ഓഫീസിൽ കോടികളുടെ തരംഗം സൃഷ്ടിക്കുന്ന ബോളിവുഡ് താരങ്ങൾ. സ്ക്രീനിൽ അവർ കാണിക്കുന്ന മാസിനും ഡയലോഗുകൾക്കും തിയേറ്ററുകളിൽ മുഴങ്ങുന്ന കയ്യടികൾ. നമ്മൾ ആരാധിക്കുന്ന, നെഞ്ചിലേറ്റുന്ന ഈ സെലിബ്രിറ്റികൾക്ക് നമ്മളിൽ ഓരോരുത്തരെയുമല്ല, ഒരു വലിയ തലമുറയെ തന്നെ സ്വാധീനിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അക്ഷയ് കുമാറും അജയ് ദേവ്ഗണും ഷാരൂഖ് ഖാനും ഒന്നിച്ചെത്തിയ ആ പഴയ വിമൽ പരസ്യം നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് വൻ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇനി ഇത്തരം പരസ്യങ്ങളിൽ എന്നെ കാണില്ല എന്ന് ആരാധകർക്ക് വാക്ക് നൽകി അക്ഷയ് കുമാർ മാപ്പ് പറഞ്ഞ് പിന്മാറിയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ അക്ഷയ് കുമാറിന് പകരം ടൈഗർ ഷ്രോഫിനെ കൂട്ടുപിടിച്ച് അതേ ബ്രാൻഡ് വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ താരപദവിയെ ബാധിക്കില്ല എന്നാണോ ഈ താരങ്ങൾ കരുതുന്നത്? വർഷങ്ങളായി ഈ ബ്രാൻഡിന്റെ പ്രധാന മുഖമായ അജയ് ദേവ്ഗൺ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാറിന് പകരം ബ്രാൻഡിലേക്ക് എത്തിയ ടൈഗർ ഷ്രോഫ്, ഈ മൂന്ന് മുൻനിര താരങ്ങൾക്കും മഹാരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണർ തുക്കാറാം മുണ്ടെ 9 പേജുള്ള കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ. മഹാരാഷ്ട്രയിൽ ഗുഡ്ക, പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിരോധിച്ച ഈ ഉൽപ്പന്നങ്ങളുടെ അതേ ബ്രാൻഡ് നാമത്തിൽ വിമൽ ഏലാച്ചി എന്ന പേരും പറഞ്ഞ് ടിവിയിലും സോഷ്യൽ മീഡിയയിലും വൻതോതിൽ പരസ്യങ്ങൾ നൽകുന്നു. ഏലാച്ചിയുടെ വിപണി മൂല്യമല്ല, മറിച്ച് അതിന്റെ മറവിൽ നിരോധിത പാൻ മസാലയുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുകയാണ് ഈ മുൻനിര താരങ്ങൾ ചെയ്യുന്നതെന്നാണ് FDA ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ താരങ്ങൾ ഇതിൽ കൃത്യമായി വിശദീകരണം നൽകണമെന്നത് മാത്രമല്ല, ഈ ബ്രാൻഡുമായി ചെയ്ത കരാറുകൾ, കിട്ടിയ പ്രതിഫലത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ, ഏജൻസി വിവരങ്ങൾ എന്നിവയെല്ലാം ഹാജരാക്കാൻ FDA നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ ഭാഗമായാൽ 10 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ പിഴയും 3 വർഷം വരെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്കും താരങ്ങൾക്ക് നേരിടേണ്ടി വരാം. 2022 അജയ് ദേവ്ഗൺ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ എന്നിവർക്കെതിരെ ഇതേ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. വിമൽ ഏലാച്ചി പരസ്യത്തിൽ അജയ് ദേവ്ഗണും ഷാരൂഖ് ഖാനും ഒപ്പം പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് വൻതോതിലുള്ള ആരാധക പ്രതിഷേധമാണ് അക്ഷയ് കുമാറിനും നേരിടേണ്ടി വന്നത്. ആരോഗ്യത്തിനും ഫിറ്റ്നസിനും പ്രാധാന്യം നൽകുന്ന ഒരു താരം പാൻ മസാല ബ്രാൻഡിന്റെ സറോഗേറ്റ് അഡ്വർടൈസിംഗിന് പങ്കാളിയായത് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞ അക്ഷയ് കുമാർ ബ്രാൻഡിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. കൂടാതെ ഈ പരസ്യത്തിൽ നിന്നും ലഭിച്ച പ്രതിഫലം മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്നും വ്യക്തമാക്കിയിരുന്നു. കരാർ കാലാവധി മൂലം കുറച്ചു കാലം കൂടി ആ പരസ്യം സംപ്രേഷണം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അക്ഷയ് കുമാറിന് പകരം ടൈഗർ ഷ്രോഫിനെ ഉൾപ്പെടുത്തിയാണ് കമ്പനി പരസ്യം മുന്നോട്ട് കൊണ്ടുപോയത്. കോടികളുടെ പ്രതിഫലത്തിനു വേണ്ടി ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ആരോഗ്യത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയുന്ന ഇത്തരം സറോഗേറ്റ് ആർട്സ് കേവലം നിയമലംഘനം മാത്രമല്ല, വലിയൊരു സാമൂഹിക വഞ്ചന കൂടിയാണ്. നിയമത്തിന്റെ കണ്ണിൽ വലിയ താരങ്ങളെന്നോ ചെറിയ താരങ്ങളെന്നോ വ്യത്യാസമില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് FDAയുടെ ഈ നടപടി നൽകുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. സൂപ്പർ സ്റ്റാർ പദവി എന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ മാത്രം അളക്കേണ്ട ഒന്നല്ലെന്നും തങ്ങളെ നെഞ്ചിലേറ്റുന്ന സമൂഹത്തോടുള്ള മാതൃകാപരമായ പ്രതിബദ്ധത കൂടിയാണെന്നും ഇനിയെങ്കിലും ഈ ബോളിവുഡ് നായകർ തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ പക്ഷം.